നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി 2024-26 വർഷത്തേക്കുള്ള 2 വർഷ BEdന്റെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് പ്രസ് റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ തൊട്ട് മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ വന്നിരുന്നത്. അന്ന് പറഞ്ഞിരുന്നു സൈറ്റ് റെഡി ആയതിനു ശേഷം അപ്ലൈ ചെയ്ത് തുടങ്ങിയാൽ മതി എന്നുള്ളത്. ഇപ്പോൾ സൈറ്റ് ഏകദേശം ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്ലൈ ചെയ്ത് തുടങ്ങാനുള്ള സമയമായി. വളരെ ശ്രദ്ധിച്ച് നല്ലൊരു ചെയ്യാൻ അറിയാവുന്ന ഒരു എക്സ്പേർട്ടിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് കരുതുന്നു. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വിവിധ സെക്ഷനുകളിലേക്ക് എത്തുന്നതിനൊപ്പം ആ സെക്ഷനുകളിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഓരോ സ്റ്റെപ്പും അവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകളെന്നും അഡ്മിഷനോടനുബന്ധിച്ച് ആ ഓരോ കാര്യത്തോട് അനുബന്ധിച്ച് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് വീഡിയോയിൽ പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളത് ആദ്യമേ തന്നെ പറയട്ടെ. കാരണം ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞതിന് ശേഷം വേണം അത് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് മണ്ടത്തരങ്ങളൊന്നും കാണിച്ചു കൂട്ടാതെ വളരെ വ്യക്തമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് ഫില്ല് ചെയ്ത് തുടങ്ങാം. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്നതിൽ ആദ്യഘട്ടമായിട്ട് നമുക്ക് അപേക്ഷയുടെ നമ്പരും പാസ്വേഡും ജനറേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ admissions.keralauniversity.ac.in എന്ന് പറയുന്ന സൈറ്റിൽ നമ്മൾ BEd എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് അതിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് പേര്, ജനനത്തീയതി, നമ്മൾ ഇമെയിൽ ID അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ SSLCയുടെ സർട്ടിഫിക്കറ്റിലേതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അപേക്ഷാ നമ്പരും ഒരു പാസ്വേഡും കിട്ടും. ഇത് നമ്മുടെ ജനന തീയതി ആയിരിക്കും നമുക്ക് അതിൽ ഡിഫോൾട്ട് പാസ്വേഡായിട്ട് വരുന്നത്. അത് പിന്നീട് നമ്മൾ ചേഞ്ച് ചെയ്ത് സേവ് ചെയ്യണം. അതെടുത്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുകയും വേണം. പിന്നെ പാസ്വേഡും നമ്പരും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ അപേക്ഷാ ഫോറം പൂരിപ്പിക്കുന്നതിനായി പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് 7 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഫൈൽ രജിസ്ട്രേഷനാണ്. നമ്മൾ കേരളൈറ്റ് ആണോ നോൺ കേരളൈറ്റ് ആണോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അത് പ്രധാനമായിട്ടും നോൺ കേരളൈറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേറെ ഒരു സംവരണ ആനുകൂല്യങ്ങളും കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കേരളൈറ്റ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് എസ് ആണെങ്കിൽ എസ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇനി മൊബൈൽ നമ്പർ നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ അഡ്മിഷൻ കഴിയുന്നത് വരെ ആ നമ്പർ കൃത്യമായിട്ട് ഉപയോഗത്തിലുണ്ടായിരിക്കണം. കാരണം അതിലേക്കാണ് നമുക്ക് മെസ്സേജും മെയിലും ഒക്കെ അലർട്ടും ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചേഞ്ച് അതിനകത്ത് ആപ്ലിക്കേഷൻ ഫോമിൽ വരുത്തണമെങ്കിലും നമുക്ക് ഈ മൊബൈൽ നമ്പർ അത്യാവശ്യമാണ്. അഡ്മിഷൻ കഴിഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് വരെ ഈ മൊബൈൽ IDയും അതുപോലെ മൊബൈൽ നമ്പരും ഇമെയിൽ IDയും നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. അതുപോലെ നമുക്ക് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളോ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇനി SCBCയുടെ സംവരണം ഉള്ളവർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. അത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവൂ. അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ അത് കിട്ടും എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ആ ഒരു ഓപ്ഷൻ കൊടുക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ SCBCയുടെ റിസർവേഷൻ്റെ കാറ്റഗറിയിലേക്ക് പോവുകയും അഡ്മിഷൻ സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ജനറലിലേക്ക് തിരിച്ച് മാറുക എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് നമ്മളെക്കാളും മാർക്ക് കുറവുള്ളവർക്ക് ചിലപ്പോൾ പോസ്റ്റിംഗ് കഴിഞ്ഞ് കാണും. അപ്പോൾ അത് അനുസരിച്ച് നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്ത് വന്ന് അടുത്ത് വീണ്ടും ഒരു മെറിറ്റ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നതിൽ മാത്രമേ നമുക്ക് കയറാൻ കഴിയൂ. അപ്പോഴും പലപ്പോഴും നമ്മുടെ ഓപ്ഷൻ നമുക്ക് കിട്ടാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയൊരു കോംപ്ലിക്കേഷൻ അവിടെ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ സംവരണ ആനുകൂല്യം നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഓൾറെഡി ഒരു അലോട്ട്മെൻറ്റിൽ നമുക്ക് കുട്ടികൾ ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത് വരുന്ന ഒരു അലോട്ട്മെൻറ്റിൽ മാത്രം പരിഗണിക്കുമ്പോൾ നമ്മുടെ ചാൻസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യേണ്ട ഒരു ഏരിയയാണ് നമ്മുടെ സംവരണം എന്ന് പറയുന്നത്. സംവരണത്തിന് നമുക്ക് ശരിക്കും നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ മാത്രമേ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതുള്ളൂ. മെയിനായിട്ട് ഈഴവ, മുസ്ലിം അങ്ങനെ ഒരു മെയിൻ ലിസ്റ്റ് തന്നെ യൂണിവേഴ്സിറ്റി തന്നിട്ടുണ്ട്. അതിൽ വരുന്നവർ മാത്രം നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് ഉറപ്പുള്ളവർ മാത്രമേ ആ ഒരു ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി പ്രധാനമായിട്ടും വരുന്ന സംവരണങ്ങളാണ് SC, ST, OEC മുതലായ സംവരണക്ക്. അങ്ങനെ ഫീസ് ആനുകൂല്യം ഉള്ളവരൊക്കെ തന്നെ അവരുടെ ജാതിയും അതുപോലെ അവർ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നൊക്കെയുള്ള
തെളിയിക്കുന്നതിന് ആവശ്യമായിട്ട് സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം. അതുപോലെ EWSകാർക്ക് നമുക്ക് സംവരണ ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. റേഷൻ കാർഡും BBL കാർഡും ഒന്നും പരിഗണിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആണെങ്കിൽ അവരുടെ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ 5 വർഷത്തിനുള്ളിൽ ഇതുള്ളത് തന്നെ ഹാജരാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസർവേഷൻ കിട്ടത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ NSS NCC മുതലായ വെയിറ്റേജുകൾക്ക് ഉള്ളവർക്കും അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം. അതുപോലെ KUCTകളിൽ നമ്മൾ മാനേജ്മെൻറ്റ് കോട്ടയുടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കതിന് പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു അഡീഷണൽ ആയിട്ടൊരു 2000 രൂപ കൂടി ഫീസ് ഒടുക്കി, അതും ഇതിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് KUCTകളിലേക്ക് മാനേജ്മെൻറ്റ് കോട്ടയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് അതിനായിട്ട് അപേക്ഷിക്കാനായിട്ട് ഫീസ് കൊടുത്തു അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ സാധാ അൺഎയ്ഡഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അതാത് മാനേജ്മെൻറ്റുകളിൽ നമ്മൾ പോയി ഡയറക്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. അവർക്ക് ഇതിൽ ഈ 2000 രൂപ അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. KUCTകളിലേക്കാണ് നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റും കൂടെ വേണം എന്നുണ്ടെങ്കിൽ ഈ 2000 രൂപ പ്രത്യേകിച്ച് അടയ്ക്കുന്നത്. അതിന് പ്രത്യേകിച്ച് അലോട്ട്മെൻറ്റ് വരികയും അതിൽ നിന്നാണ് അഡ്മിഷൻ നടക്കുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ അക്കാഡമിക് പ്രൊഫൈൽ രജിസ്ട്രേഷനാണ്. നമ്മൾ ഡിഗ്രിയോ PGയോ ഏതെങ്കിലും അതിന് ഇക്വലൻ്റോ ഒക്കെ ആയിട്ടാണ് പാസ്സായിട്ടുള്ളത്. ഏത് തന്നെ ആയാലും അത് ഏത് ബോർഡിൽ നിന്നാണ്, ഏത് സ്ട്രീമിലാണ്, രജിസ്റ്റർ നമ്പർ എത്രാമത്തെ തവണയാണ് നമ്മൾ പാസ്സായത്, ഇതൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നിൽ കൂടുതൽ ചാൻസ് ഉപയോഗിച്ചാണ് പാസ്സായത്. അതായത് ഇപ്പോൾ 3 വർഷത്തെ കോഴ്സാണ്, 3 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളൊരു ചാൻസ് കൂടെ എടുത്താണ് പാസ്സായത് എന്നുണ്ടെങ്കിലാണ് നമ്മൾ 2ാമത്തെ ചാൻസായിട്ട് പരിഗണിക്കുക. വീണ്ടും 1 വർഷം കഴിഞ്ഞാണെങ്കിൽ നമ്മളത് 3ാമത്തെ ചാൻസായിട്ട് കണക്കാക്കും. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം പാസ്സാവുന്നതിന് ഫസ്റ്റ് ചാൻസ് എന്നാണ് പറയുന്നത്. അത് കൃത്യമായിട്ടും അതിനകത്ത് എൻ്റർ ചെയ്യേണ്ടതാണ്. പിന്നെ ഈ 2021-24 വർഷത്തിലൊക്കെ ഇപ്പോൾ പഠിച്ചിറങ്ങിയവർക്കാണെങ്കിൽ നമ്മൾ രജിസ്റ്റർ നമ്പരും അതുപോലെ നമ്മുടെ ഡീറ്റെയിൽസും ഒക്കെ എൻ്റർ ചെയ്താൽ ഉടനെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിലകത്ത് തന്നെ അവരുടെ മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡായിട്ട് വരുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റ് സർവകലാശാലകളിൽ നിന്നും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ പാസ്സായി വന്നവർ അവരവരുടെ കോഴ്സ് B.Ed പഠനത്തിലുള്ള യോഗ്യതയായിട്ട് കേരള യൂണിവേഴ്സിറ്റി അംഗീകരിച്ചതാണെങ്കിൽ അത് തെളിയിക്കുന്നതിനുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഞാൻ നേരത്തെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആ കോഴ്സ് ചെയ്യാൻ എലിജിബിൾ ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കയ്യിൽ നേരത്തെ തന്നെ വാങ്ങി വെക്കണം. അതിപ്പോൾ PGയുടെ ഒരു വെയിറ്റേജിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പോലും ആങ്കിൽ PGയുടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ വെയിറ്റേജ് വേണമെങ്കിൽ പോലും കിട്ടത്തുള്ളൂ. കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിനകത്തുള്ള മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ MGO കാലിക്കറ്റ് നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം. അത് ഡിസ്റ്റൻസ് ആയാലും ശരി, മറ്റേത് കോഴ്സ് ഏത് കോളേജിൽ നിന്ന് എവിടെ നിന്ന് പഠിച്ചിട്ടുള്ളത്, കേരള യൂണിവേഴ്സിറ്റി അല്ലാതെ വേറെ എവിടെ നിന്ന് പഠിച്ചിട്ടുള്ളതാണെങ്കിലും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് ഇവിടെ അംഗീകാരം തരത്തുള്ളൂ. അതിനുള്ള വെയിറ്റേജ് ആയാലും അല്ല അതാണ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എങ്കിൽ അതനുസരിച്ചും കൺസിഡർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ള യൂണിവേഴ്സിറ്റികൾക്കൊന്നും തന്നെ ഇങ്ങനെ ഒരു നിർബന്ധമില്ല. കേരളത്തിന് പുറത്ത് പഠിച്ചവർക്ക് മാത്രമാണ് എലിജിബിലിറ്റി വേണ്ടത്. പക്ഷേ കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് കേരള യൂണിവേഴ്സിറ്റിക്ക് വേറെ എവിടെ പഠിച്ചതാണെങ്കിലും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓപ്ഷനുകൾ നൽകുക എന്നുള്ളത്. നമ്മുടെ അഡ്മിഷനെ തന്നെ വളരെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സെലക്ഷൻ എന്ന് പറയുന്നത്, സെലക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലുള്ള വീഡിയോകളോടനുബന്ധിച്ചൊക്കെ തന്നെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ എങ്ങനെ കൂടുതൽ നമുക്ക് പോസിബിലിറ്റി ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ ഇട്ടിരുന്നു. സമയം കിട്ടുമ്പോൾ ഒന്ന് പഴയ വീഡിയോസ് കണ്ടാൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും. നമുക്ക് ആദ്യം ഘട്ടത്തിൽ പരമാവധി 20 ഓപ്ഷൻ മാത്രമേ നൽകാൻ സാധിക്കുന്നുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജുകളിൽ ആകെ ഒരു സീറ്റാണ് ഒരു സബ്ജക്റ്റിനുള്ളത്. അത് റിസർവേഷൻ്റെ വേറൊരെണ്ണം കൂടി കാണും. അപ്പോൾ അത്രയും മാത്രമേ വരുന്നുള്ളൂ. ചിലപ്പോൾ ആ സീറ്റ് തന്നെയും നമുക്ക് റിസർവേഷനിൽ പോകുന്നതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഒറ്റ സീറ്റിന് വേണ്ടി ആകെ വളരെ തുച്ഛമായ ഫീസേ ഉള്ളൂ എന്ന് കരുതി നമ്മൾ ആ ഒരു സീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ
ചിലപ്പോൾ സെക്കൻഡ് റാങ്കുകാരനും കിട്ടിയിരിക്കാം. ചിലപ്പോൾ 2 വർഷത്തോണ്ട് 1 വർഷം കൊണ്ട് വെയിറ്റ് ചെയ്തൊരു ഫസ്റ്റ് റാങ്കുകാരനുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ സീറ്റ് കിട്ടത്തുകൂടിയില്ലായിരിക്കും, അയാൾക്ക് നമ്മളെക്കാളും മാർക്കുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ അത്രയും ക്രൂഷ്യലായിട്ടുള്ള ഒരു സീറ്റിന് വേണ്ടിയിട്ട് ഒരു 3ാം റാങ്കുകാരനോ അല്ലെങ്കിൽ 4ാം റാങ്കുകാരനോ ആണെങ്കിൽ പോലും അപ്ലൈ ചെയ്യുന്നത് മണ്ടത്തരമായി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നമുക്ക് ആ ഒരു സീറ്റിന് വേണ്ടി എല്ലാവരും എന്തായാലും അപ്ലൈ ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ആ ഒരു സീറ്റിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് മിസ്സാവുകയാണ്. അതേസമയം നമ്മൾ അടുത്ത ഒരു കോളേജിലേക്ക്, നമ്മുടെ വീടിനടുത്തുള്ള ഒരു കോളേജിലേക്ക് നമ്മൾ പെട്ടെന്നൊരു ആ ഒരു സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അവിടുത്തെ ഏറ്റവും ടോപ്പ് മാർക്കുകാരൻ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ കണക്കാക്കി വേണം നമ്മൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനായിട്ട്. ഏകദേശം നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ഒരു പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ നമ്മുടെ ഓപ്ഷൻസ് മാറ്റി നൽകാനുള്ളൊരു ഓപ്ഷൻ നൽകി വരാറുണ്ട്. ഇത്തവണ അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു 3ാമതോ 4ാമതോ ഒരു കോളേജിലേക്ക് നമ്മൾ സെലക്ഷൻ കൊടുത്തിരുന്നു. പക്ഷേ അവിടെ നമുക്കിപ്പം അതിൻ്റെ ഹയർ ഓപ്ഷനാണ്. ഇപ്പോൾ 2ാമത്തേൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ 3ാമത്തേലേക്കോ 4ാമത്തേലേക്കോ തിരിച്ചു വരാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഹയർ ഓപ്ഷൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഹയർ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കോളേജിലേക്ക് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിരിച്ച് താഴോട്ട് ബാക്കിയുള്ള ലിസ്റ്റിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മൾ മാർക്ക് എൻട്രി ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് പാർട്ട് 1ൻ്റെയും പാർട്ട് 2ൻ്റെയും, അതായത് ഇംഗ്ലീഷിൻ്റെയും നമ്മൾ അഡീഷണൽ ലാംഗ്വേജിൻ്റെയും മാർക്കുകൾ ആഡ് ചെയ്യാനുണ്ട്. ഇത് നമ്മൾ കേരള സർവകലാശാലയിൽ നിന്ന് സെമസ്റ്റർ സമ്പ്രദായത്തിൽ ബിരുദം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് രേഖപ്പെടുത്തേണ്ടുന്ന ഒരു രീതിയാണ്. നമ്മൾ അതായത് പാർട്ട് 1നായാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. പിന്നെ നമുക്ക് എത്ര CGPA കിട്ടിയിട്ടുണ്ട്, ടോട്ടൽ ക്രെഡിറ്റ് എത്രയാണ്, ഇത് രണ്ടുമാണ് എഴുതേണ്ടത്. അത് പാർട്ട് 1ന് പാർട്ട് 2ന്. അടുത്ത പാർട്ട് 3ലേക്ക് വരുമ്പം നമ്മളെ കോർ കോഴ്സിൻ്റെ ആദ്യത്തെ അതും സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കോർ കോഴ്സിന് എത്ര നമുക്ക് CGPA കിട്ടി എന്നുള്ളത് പറഞ്ഞു. നമ്മളെ കോംപ്ലിമെൻ്ററി സബ്ജക്റ്റുകൾ ചിലപ്പോൾ ചിലർക്ക് ഇല്ലാതെ വരും. അങ്ങനെയാണെങ്കിൽ അത് ആ കോംപ്ലിമെൻ്ററി അങ്ങനെ തന്നെ ഒരു ആസ് ഓപ്ഷൻ തന്നെ ഇട്ടിരുന്നാൽ മാത്രം മതിയാവും. കോംപ്ലിമെൻ്ററി കോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇട്ടാൽ മതി. ചിലർക്കൊന്നും 2ാമതൊരു കോംപ്ലിമെൻ്ററി കോഴ്സ് കൂടി കാണണമെന്നില്ല. ഇനി കോർ കോഴ്സിന് തന്നെ നമ്മൾ ക്രെഡിറ്റുകൾ എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന CGPA എൻ്റർ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ ക്രെഡിറ്റുമാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഇനി അടുത്ത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്ത കോംപ്ലിമെൻ്ററി കോഴ്സ് ആ ലിസ്റ്റിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നില്ലെങ്കിൽ കോംപ്ലിമെൻ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് അതിനകത്തുണ്ട്, അതങ്ങ് സെലക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് CGPA S, ഫൈനൽ CGPA S ഓർ CCPA S എഴുതാനായിട്ടൊരു കോളമുണ്ട്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, CGPA S എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് സമ്മ് വരുന്നത്, അത് തന്നെ എഴുതണം. അവിടെ നമ്മൾ CGPA അല്ല എഴുതേണ്ടത്, അല്ലെങ്കിൽ CCPA അല്ല. അവിടെ CCPA അല്ലെങ്കിൽ CGPA S തന്നെയാണ് ആ ഫൈനൽ കോളത്തിനകത്ത് നമ്മൾ എഴുതേണ്ടത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ് തന്നെ എഴുതണം. അവിടെ നമ്മൾ വെറും CGPAയോ അല്ലെങ്കിൽ CCPAയോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് മാർക്ക് തെറ്റായിട്ട് രേഖപ്പെടുത്തും. അത് കഴിഞ്ഞ് നമ്മൾ മാർക്ക് ലിസ്റ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അഡ്മിഷൻ സമയത്ത് ചെല്ലുമ്പോൾ ആ ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ ക്യാൻസൽ ആവുകയും ചെയ്യും. അപ്പോൾ ചിലർക്ക് ആ ഒരു ഏതാണോ മാർക്ക് കൂടുതൽ എന്നൊക്കെ കരുതിയിട്ട് പലരും കൂടിയ മാർക്കൊക്കെ എൻ്റർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്ത് കളയരുത്, അങ്ങനെ വരില്ല. പക്ഷേ എന്നാലും നമ്മൾ ശ്രദ്ധിച്ച് എൻ്റർ ചെയ്യണം. CGPA S അല്ലെങ്കിൽ CCPA S തന്നെയാണെങ്കിലും നമ്മുടെ ആ ഒരു ഫൈനൽ കോളത്തിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അത് വളരെയധികം ശ്രദ്ധിച്ച് എൻ്റർ ചെയ്യുക. ഇനി അടുത്ത് മറ്റ് സർവകലാശാല അല്ലെങ്കിൽ കേരള സർവകലാശാലയിൽ തന്നെ പഴയ ആനുവൽ സ്കീമിൽ പരീക്ഷ എഴുതിയവർക്കുള്ള മാർക്ക് രേഖപ്പെടുത്തേണ്ടുന്ന ഒരു വിധമാണ്. മിക്ക യൂണിവേഴ്സിറ്റികളിലും ഇത് തന്നെ ആയിരുന്നു നമ്മുടെ പണ്ടത്തെ മാർക്ക് സിസ്റ്റം. ഇപ്പോൾ 100ന് നമുക്ക് എത്ര അല്ലെങ്കിൽ 1000-ന് എത്ര എന്നുള്ള രീതിയിൽ പെർസെൻറ്റേജ് വെച്ച്, ഇപ്പോൾ എൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റിൽ അങ്ങനെയാണ്, 100 മാർക്ക് ഉണ്ട്, അതിന് എത്ര മാർക്ക് നമുക്ക് കിട്ടി, അങ്ങനെ പെർസെൻറ്റേജ് വെച്ചിട്ട് ആണ് നമുക്ക് മാർക്ക് വന്നുകൊണ്ടിരുന്നത്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മാർക്ക് സിസ്റ്റത്തെ കൺവേർട്ട് ചെയ്തതിന് ശേഷം വേണം മറ്റ് സർവകലാശാലയിൽ നിന്നുള്ളവർ മാർക്ക് എൻ്റർ ചെയ്യാനായിട്ട്. ആ ഒരു സെഷനാണ് ഈ കാണുന്നത്. വളരെയധികം സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ മറ്റുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ എൻ്റർ ചെയ്യുന്നിടത്തുനിന്ന്
കണ്ടിരുന്നു. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പോയിൻ്റ് അത് ആ സർട്ടിഫിക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റിൻ്റെയോ തൊട്ട് പുറകിലോ അതിൻ്റെ താഴെ തന്നെയോ ഒക്കെ വിശദമായിട്ട് എത്ര പെർസെൻറ്റേജ് എന്നോ അല്ലെങ്കിൽ എങ്ങനെ പെർസെൻറ്റേജിലേക്ക് കൺവെർട്ട് ചെയ്യുക. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് 3 പോയിൻറ്റ് അല്ലെങ്കിൽ 4 പോയിൻറ്റ് സ്കെയിലൊക്കെ വരുന്നതിൽ എങ്ങനെ പെർസെൻറ്റേജ് കൺവെർട്ട് ചെയ്യാം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആ മാർക്ക് ലിസ്റ്റിൻ്റെ ബാക്കിൽ തന്നെ എൻട്രി ചെയ്തിട്ടുണ്ട്. ഇതൊന്നും വായിച്ച് നോക്കാതെയും മനസ്സിലാക്കാതെയാണ് ഇതിന് എൻട്രി ചെയ്യാനേ പറ്റുന്നില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ പലരും കമൻറ്റ് ബോക്സിൽ കണ്ടത്. അപ്പോൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഒന്നും അതിൽ കൂടുതൽ ചിന്തിക്കാനില്ല. ഇപ്പം 100 മാർക്കിന് എനിക്ക് എത്ര കിട്ടി എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തുക. ഇപ്പം നിങ്ങൾക്ക് 120-നാണ് നിങ്ങളെ മാർക്ക് അല്ലെങ്കിൽ 180-നാണ് മാർക്ക്, എത്ര മാർക്കിനോ ആവട്ടെ അത് 100-ന് എത്ര എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് മാർക്ക് ഒബ്റ്റെയിൻഡ് എഴുതുക. നമ്മുടെ മാക്സിമം മാർക്ക് 100 എന്നുള്ള രീതിയിൽ നമ്മൾ എൻ്റർ ചെയ്ത് പോയാൽ മതി. നമുക്കിപ്പോൾ 100-ന് എത്ര മാർക്ക് കിട്ടി ആ ഒരു രീതിയിൽ കണക്കാക്കി എഴുതുക. ഇനി കോംപ്ലിമെൻ്ററി ഇല്ല എന്നുണ്ടെങ്കിൽ വെറും കോംപ്ലിമെൻ്ററി എന്നുള്ള ഓപ്ഷനിൽ അങ്ങ് സെലക്ട് ചെയ്യുക. അതുപോലെ സെക്കൻഡ് സപ്ലിമെൻ്ററി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ അത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ പാർട്ട് 3-ക്കുള്ള ടോട്ടലാണ് നമ്മൾ എൻ്റർ ചെയ്യാനുള്ള. മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യാസമായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ലാസ്റ്റ് വരുന്ന കോളത്തിനകത്ത് നമ്മൾ പാർട്ട് 3-യുടെ ടോട്ടൽ മാത്രമാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ മെയിനും 2 സബ്സിഡറി ഉണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ വരുന്നതാണ് കോംപ്ലിമെൻ്ററി വരുന്ന കോഴ്സാണെന്ന്. ചിലപ്പോൾ ചിലർക്ക് കോംപ്ലിമെൻ്ററി എന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടോട്ടൽ ഇംഗ്ലീഷും അല്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജും വരുന്ന പാർട്ട് 1-ഉം പാർട്ട് 2-ഉം ഇവിടെ ആഡ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ പാർട്ട് 3 മാത്രം എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ നമ്മുടെ പലപ്പോഴും പല യൂണിവേഴ്സിറ്റികളിൽ ഇപ്പം നമ്മൾ ഒരു അക്ഷയ കേന്ദ്രത്തിലൊക്കെ പോകുമ്പം അവർ വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ്. കാരണം മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരള യൊരു വ്യത്യാസം കാണുന്നത് ഈ ഏരിയയിലാണ്. ഇവിടെ പാർട്ട് 3-യുടെ ടോട്ടലാണ്. പക്ഷേ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ പലതും അവിടെ ടോട്ടലാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാലിക്കറ്റ് ആണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ എൻട്രി ചെയ്യുന്ന ആൾ ചിലപ്പോൾ ഇവിടെ ടോട്ടൽ എഴുതാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ കോറും കോംപ്ലിമെൻ്ററിയും കൂടെ ചേർത്തുള്ളൊരു മാർക്കാണ് അവിടെ എൻട്രി ചെയ്യേണ്ടതെന്നുള്ളത് ഓർത്തോളുക. ഓക്കെ, നമുക്ക് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാൻ പറ്റും. എമൗണ്ട് കൃത്യമായിട്ട് അതിൻ്റെ അതിനകത്ത് എൻ്ററായി വരും. ആ എമൗണ്ട് തന്നെ നമുക്ക് അയക്കാം. നമ്മുടെ സെലക്ഷൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എമൗണ്ട് ഇതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യും. അത് നമുക്ക് നമ്മുടെ കാർഡായിട്ടോ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആയിട്ടോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും അക്കൗണ്ടിൽ നിന്ന് തുക അടയ്ക്കാവുന്നതാണ്. ഒരിക്കൽ അടച്ചത് തിരിച്ചു കിട്ടില്ല എന്ന് പ്രത്യേക യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. റീഫണ്ട് ചെയ്യുന്നതിനാണെങ്കിൽ പോലും ഒന്നിലധികം ആയിക്കഴിഞ്ഞാലൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്നും അറിയിച്ചു. നമുക്ക് നമ്മുടെ ഫോട്ടോയും ഒപ്പും ഒക്കെ അപ്ലോഡ് ചെയ്യാം. നോർമലി നമ്മൾ എൻ്റർ ചെയ്യുന്ന ഫോട്ടോ 150 px 2x200 പിക്സലിൽ വരുന്നത് തന്നെയാണ്. മാക്സിമം 40 KB. അതുപോലെ സിഗ്നേച്ചർ ആയാലും മാക്സിമം 40 KB വരുന്ന JPG ഇമേജാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നല്ല ശ്രദ്ധയോടുകൂടി തന്നെ വായിക്കുക. അത് ആവശ്യമാണെങ്കിൽ എന്തെങ്കിലും തിരുത്തുകളുണ്ടെങ്കിൽ തിരുത്തുക. കാരണം എപ്പോഴും പിന്നെ നമുക്കത് തിരുത്താനുള്ള അവസരം അവൈലബിൾ ആണ് എങ്കിൽ തന്നെയും നമ്മൾ ആ ഒരു ചെയ്യുന്ന രീതിയിൽ തന്നെ വളരെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി PGയുടെ വെയിറ്റേജിനെ കുറിച്ചൊക്കെ പറയാനുണ്ട്. എന്തെങ്കിലും തിരുത്തുന്നുണ്ടെങ്കിൽ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമ്മൾ എപ്പോൾ എഡിറ്റ് ചെയ്താലും അതിൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം. നമ്മൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ ഫീസ് അടയ്ക്കുന്നതിൻ്റെ റെസീപ്റ്റും നമ്മൾ വിശദമായിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസൊക്കെ എടുത്ത് പ്രിൻ്റ് ഔട്ട് തന്നെ എടുത്ത് ഹാർഡ് കോപ്പി കയ്യിൽ കരുതണം. അത് നമ്മൾ എപ്പോഴെങ്കിലും എഡിറ്റ് വരുത്തുകയാണെങ്കിൽ അതിന് ശേഷമുള്ള ലേറ്റസ്റ്റ് പ്രിൻ്റ് ഔട്ട് സൂക്ഷിക്കണം. ഇനി സ്പോർട്സ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഹാവ് യു റെപ്രസെൻറ്റഡ് എനി സ്പോർട്സ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന കോളത്തിൽ യെസ് നൽകി നിങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് എൻ്റർ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് ഈ അപേക്ഷയുടെ ഫോമും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇതെല്ലാം യൂണിവേഴ്സിറ്റി എന്നാണോ അപേക്ഷ സ്വീകരിച്ച് എന്ന ലാസ്റ്റ് ഡേറ്റ് അതിന് മുന്നായിട്ട് സ്പോർട്സ് കൗൺസിലിന് സമർപ്പിക്കണം. അവർ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് പ്രത്യേകിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ആ റാങ്ക് ലിസ്റ്റ് സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് അതിനായിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ നടക്കുക. കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, അതായത് എയ്ഡഡ് കോളേജുകൾ, ആ കോളേജുകൾ നടത്തുന്ന കമ്മ്യൂണിറ്റിക്ക് കുറച്ച് സീറ്റ് റിസർവേഷൻ ഉണ്ട്. ഇപ്പോൾ NSS കോളേജിനാണെങ്കിൽ NSS കാറ്റഗറിയിൽ വരുന്ന
കുട്ടികൾക്ക് അവിടെ ഒരു കുറച്ച് സീറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ SNDPയുടെ കോളേജുകളാണെങ്കിൽ SNDPയുടെ കാറ്റഗറിയിൽ വരുന്ന അതാത് കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുട്ടികൾക്കുള്ള കുറച്ച് സീറ്റ് അവൈലബിൾ ആയിരിക്കും. ഇതിനും ഗവൺമെൻറ് സീറ്റിൻ്റെ തന്നെ ഫീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് അപേക്ഷ കൊടുക്കുന്നവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലും അവർ നൽകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ളവരാണെന്നുള്ള ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങണം. അപ്പോൾ ഓൺലൈനായിട്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം. എന്നിട്ട് കമ്മ്യൂണിറ്റി കോട്ട ഓപ്ഷണൽ നിശ്ചിത സമയം അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ കോളേജിലേക്കും കോൺടാക്റ്റ് ചെയ്ത് അവരെ അറിയിക്കേണ്ടതാണ് ഇന്ന കോളേജിലേക്ക് അയച്ചിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ അത് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും ഓൺലൈനായിട്ട് നമ്മളത് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കാണ് എന്നുള്ളത് മെൻഷൻ ചെയ്ത് ചെയ്യേണ്ടതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അതുപോലെ മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് ഇപ്പോൾ KUCT ആണെങ്കിൽ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെ ആണെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് നമുക്ക് സീറ്റുണ്ട്. ഇപ്പോൾ എയ്ഡഡിലാണെങ്കിലും മാനേജ്മെൻറ്റ് കോട്ടയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മാനേജ്മെൻറ്റിൽ സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞവർ സാധാരണ ഇനി ഓൺലൈനിൽ ചെയ്യണോ എന്നുള്ളൊരു സംശയം ചോദിക്കാറുണ്ട്. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം. അവിടെ നമുക്ക് അതിന് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റേഴ്സിനാണെങ്കിൽ 2000 രൂപ അടച്ച് അതിന് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയുടെ സെൻറ്ററിന് മാത്രം നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് 2000 രൂപ ഈ സൈറ്റിൽ തന്നെ നമുക്ക് ഫീസ് അടയ്ക്കാൻ സാധിക്കും. ബാക്കിയുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളായാലും എയ്ഡഡ് ആയാലും ഒക്കെ തന്നെ നമ്മൾ നോർമലി അപ്ലൈ ചെയ്യുന്നത് പോലെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ചേരാൻ ആഗ്രഹിക്കുന്ന കോളേജ് നിങ്ങളുടെ ഓപ്ഷൻ ഈ 20 കോളേജുകൾ സെലക്ട് ചെയ്യുന്നതിൽ ഒരെണ്ണം ഈ കോളേജ് ആവാൻ വിട്ടു പോകരുത്. അതിനകത്ത് ഉണ്ടായിരിക്കണം ആ സെലക്ഷനിനകത്ത്. എന്നിട്ട് ഡയറക്റ്റ് നമ്മൾ ആ കോളേജുകളിൽ മാനേജറെ കോൺടാക്റ്റ് ചെയ്ത് നമ്മുടെ സീറ്റ് ഉറപ്പിക്കേണ്ടതാണ്. അതിന് പ്രത്യേകിച്ച് റാങ്ക് ലിസ്റ്റ് ഒരു പക്ഷേ കോളേജുകാർ ഇടുന്നെങ്കിൽ കോളേജിലായിരിക്കും. അത് കോളേജുകാരുടെ തന്നെ തീരുമാനമാണ്. അവർ മിക്കവാറും എല്ലാവരും ഇപ്പോൾ കൂടുതൽ കുട്ടികളുടെ തിരക്കുള്ളത് കൊണ്ട് അവർ തന്നെ ഒരു റാങ്ക് ലിസ്റ്റ് മാർക്ക് അടിസ്ഥാനത്തിലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നിന്നൊക്കെയാണ് പല സ്ഥലങ്ങളിലും നല്ല നല്ല കോളേജുകളിൽ അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങൾ മാനേജറെ കോൺടാക്റ്റ് ചെയ്ത് അവിടെ ആപ്ലിക്കേഷനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഓൺലൈനിൽ നമ്മൾ നോർമലി ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ KUCTയിലേക്ക് 2000 രൂപ നമ്മൾ പ്രത്യേകിച്ച് ഈ ഓൺലൈൻ വഴി ചെയ്യുമ്പോൾ തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ. ഫസ്റ്റ് ക്ലാസ് PG ഉള്ളവർക്ക്, അതായത് ഇപ്പോൾ ഡിഗ്രിയാണ് നമ്മുടെ BEdൻ്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ, PG ഉള്ളവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഡിഗ്രിക്ക് നമ്മൾ ആ സബ്ജക്റ്റ് അല്ല, പക്ഷേ PG ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് നമുക്ക് അപ്പോൾ PGയുടെ ബേസിസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പിന്നെ PGയുടെ വെയിറ്റേജ് കിട്ടത്തില്ല. അല്ലാത്തവർക്ക് ഇപ്പോൾ ഡിഗ്രിയുടെ ബേസിൽ അപ്ലൈ ചെയ്യുന്നവർക്കാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് PG ഉള്ളവർക്ക് 15 മാർക്കും സെക്കൻഡ് ക്ലാസ് PGക്ക് 10 മാർക്കും തേർഡ് ക്ലാസ്സിൽ പാസ്സായവർക്ക് 5 മാർക്കും ബോണസ് മാർക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ PG ഉണ്ടോ എന്നുള്ള കോളത്തിൽ ടിക്ക് ചെയ്തു അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി PG നമുക്ക് ആ ക്വാളിഫിക്കേഷനിൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ബേസിൽ PGയുടെ ബേസിൽ അല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടൂ എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി NSSൻ്റെതോ അല്ലെങ്കിൽ NCCയുടേതോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 10 മാർക്ക്, അത് ഡിഗ്രി ലെവലെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. PGക്ക് ചെയ്തതിന് പറ്റത്തില്ല, ഡിഗ്രി ലെവലിൽ സ്കൂളിലതും പറ്റത്തില്ല. ഡിഗ്രി ലെവലിൽ നിങ്ങൾക്ക് NCCയോ NSSോ ഉണ്ടായിരുന്നെങ്കിൽ 10 മാർക്ക് വെയിറ്റേജ് കിട്ടും. നമ്മുടെ പാർട്ട് 3യിൽ ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ ഒരു പാർട്ടിലാണ് ഇത് ആഡായി വരുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചാൻസ് സെക്കൻഡ് ചാൻസ് ഒക്കെ ഉണ്ടല്ലോ. ആദ്യം നോർമലി പാസ്സാവുന്നതിന് നമ്മൾ ഫസ്റ്റ് ചാൻസ് എന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് ഒന്നുകൂടി ഫീസ് അടച്ചാണ് പാസ്സാവുന്നതെങ്കിൽ അത് സെക്കൻഡ് ചാൻസ്, അതിന് 3 മാർക്ക് കുറയ്ക്കും. അതുപോലെ തേർഡ് ചാൻസ് ആണെങ്കിൽ 5 മാർക്ക്, ഫോർത്ത് ചാൻസിലാണ് നമ്മൾ പാസ്സായതെങ്കിൽ നമുക്ക് 10 മാർക്ക് നമ്മളിൽ നിന്ന് കുറയ്ക്കുന്നതായിരിക്കും. ഇനി കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ തന്നെ പഠിച്ച് ഡിഗ്രി ചെയ്തവർക്കാണെങ്കിൽ അവർക്ക് ഒരു 10 മാർക്ക് വെയിറ്റേജ് വരുന്നു. ഇതോടൊപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും BEdൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട്. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ.